പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് 8-ാം അധ്യായം പഠിച്ചു. നോഹ പ്രളയം കഴിഞ്ഞ് അവർ രക്ഷപ്പെട്ട എല്ലാവരുമായിട്ട് വന്ന് കർത്താവിന് ബലി അർപ്പിക്കുകയാണ്. കൃതജ്ഞതാ ബലി അർപ്പിച്ചു. പിന്നെ അടുത്തത് നോഹയുമായിട്ട് 9-ാം അധ്യായമാണ്. നോഹയുമായിട്ട് കർത്താവ് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. എന്തിനാണ് കർത്താവ് ഉടമ്പടി ഉണ്ടാക്കുന്നത്? ഇനി മുൻപ് ആരുമായിട്ട് ഉടമ്പടിയില്ലായിരുന്നു. ഇനിയും കർത്താവ് എല്ലാം കഴുകി, ഭൂമി മുഴുവനും കഴുകി വൃത്തിയാക്കി, സർവ്വ തിന്മകളുടെ എല്ലാം തന്നെ അവിടുന്ന് വിച്ഛാടനം ചെയ്തു എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് ഇനിയും മനുഷ്യരെ അപ്പോൾ ആ ഒരു ഭയം ഇനിയും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഇനി ഉടമ്പടി, അവർക്കൊരു വിശ്വാസം വരണം. അപ്പം ഉടമ്പടി എന്തിനാണ്? വിശ്വാസത്തിന് വേണ്ടിയാണ്. വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതാണ്, ദൃഢതരമാക്കുന്നതിനാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്, അല്ലേ? രണ്ടുപേർ തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കും, അതോ അതിലധികമോ പേരായാലും അത് ആ വിശ്വാസത്തെ പരസ്പരം അവരെ അറിയണം. അപ്പം ഇതിപ്പം ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഉടമ്പടി മറ്റുള്ളവരുമായിട്ടുണ്ടോ? അപ്പം മനുഷ്യരുമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മനുഷ്യന് വിശ്വാസം വേണം. കർത്താവിന് മനുഷ്യൻ്റെ കാര്യത്തിൽ എപ്പോഴും ആകുലതയുണ്ട്, ഉത്കണ്ഠയുണ്ട്. കർത്താവ് അങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഗ്രന്ഥകാരൻ എഴുതിയത്? കർത്താവ് എങ്ങനെയാണ്, ആരാണ്, എങ്ങനെയാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാകണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയാം, ലൂക്കായുടെ വിശേഷത്തിൽ തന്നെ ഇപ്പോൾ പുതിയ നിയമത്തിലുണ്ടല്ലോ ലൂക്കായുടെ വിശേഷം. ഇത് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്തോ ഒരു 3 ഉപമകളാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 3-ാമത്തെ ഉപമ പറയുന്നത് മുടിയനായ പുത്രൻ്റെ ഉപമയാണ്. ഒരു പുത്രൻ അവൻ എല്ലാം നശിപ്പിച്ച്, പിതാവിൻ്റെ എല്ലാം നശിപ്പിച്ച് അവൻ തിരിച്ചു വന്നപ്പം തിരിച്ച് വരുന്നത് നോക്കി പിതാവ് ഇരിക്കുകയാണ്. ഭാഗമെല്ലാം കൊണ്ടുപോയി, കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലാതെ. പക്ഷേ അവൻ തിരിച്ചു വരണേന്ന് അവൻ്റെ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിതാവ്, അതായത് ആ പിതാവിനെ അവിടെ പിതാവായ ദൈവത്തെയാണ്. ഒരു പാപി എങ്ങനെയാണ് അവൻ പാപ അവസ്ഥയിൽ മുഴുകിക്കഴിഞ്ഞാലും അവന് തിരിച്ചു വന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക്, പ്രീതിക്ക് പാത്രമാകാൻ കഴിയും എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അങ്ങനെ അങ്ങ് ഒറ്റ വാക്യത്തിലോ അല്ലെങ്കിൽ 2 വാക്യത്തിലോ പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് ലൂക്ക കർത്താവിൻ്റെ ഈ ഭാഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ളൊരു മനസ്സ് ചിത്രീകരിക്കുന്നതിന് വേണ്ടി 3 ഉപമകൾ അവിടെ പറഞ്ഞത്. കാണാതായ ആടിൻ്റെ ഉപമ, ആട്ടിടയൻ എന്തുമാത്രം വ്യസനിക്കുന്ന ഒരു ആടിനെ കാണാതെ ആയപ്പോൾ, അതുപോലെ കാണാതായ നാണയത്തിൻ്റെ ഉപമ, ഒരു സ്ത്രീയുടെ ഒരു നാണയം കാണാതെ പോയാൽ അവൾ എന്തുമാത്രം വിഷമിക്കുന്നതിൻ്റെയൊക്കെ അവസ്ഥകൾ നമ്മളതൊക്കെ പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതുപോലെ പ്രവാചകന്മാരും പഴയ നിയമത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ അന്തരംഗത്തെ പറ്റി ചിത്രീകരിക്കുന്നതിന്, മനുഷ്യർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി പ്രിയപ്പെട്ടവരെ. അത് ഫേസ്ബുക്കിൻ്റെ ആ സമയം തീരുന്നതിന് മുൻപ് വേണമെന്ന് വിചാരിച്ച് പറയുകയാണ്, ക്ഷമിക്കണം. ഞാനത് പറയുകയാണ്. ഇവിടെ അപ്പോൾ ഒരാൾ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു, ബൈബിൾ വ്യാഖ്യാനത്തിന് ഉള്ളതല്ല, വ്യാഖ്യാനത്തിന് ആവശ്യമല്ല ഉള്ളത്, വ്യാഖ്യാനമല്ല വേണ്ടത്, സാക്ഷ്യമാകുകയാണ് ചെയ്യേണ്ടുന്നത് വിശ്വാസികൾ എന്ന്. അപ്പോൾ എനിക്ക് അപ്പാടെ ചിരി വന്നു. അപ്പോൾ ഇന്നും ഞാൻ ആ എഴുതിയ സഹോദരനെ ഞാൻ അഭിനന്ദിക്കുന്നു. കർത്താവ് അദ്ദേഹത്തെ നല്ല ബോധം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കാരണം ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും വ്യാഖ്യാനം ആവശ്യമുള്ള ഗ്രന്ഥമാണ്.
അത് അടിവരയിട്ട് എല്ലാവരും പഴയ പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ട് പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ, പിന്നെ പൗലോസ്ലീഹ, പത്രോസ്ലീഹ, ഇവരെല്ലാം ശിഷ്യന്മാരെല്ലാവരും പറയും. ഇതൊക്കെ ഒന്നും വായിക്കാതെയും മനസ്സിലാക്കാതെയും അന്ധവിശ്വാസമാണ് ഇതിന്. പ്രിയ സഹോദര, ഇത് അന്ധവിശ്വാസമെന്നേ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനൊന്നും ആവശ്യമില്ല, ബൈബിളെന്ന് പറയുന്നത് അങ്ങ് തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ആ അക്ഷരങ്ങൾ വായിച്ചാൽ മതിയോ? ആ വാക്കുകൾ മാത്രം വായിച്ചുകൊണ്ട് പോയാൽ എന്തോ ഗ്രഹിക്കാൻ കഴിയും ഒരു സാധാരണ മനുഷ്യന്? അപ്പോൾ അത് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊടുക്കാതെ അത് സാധിക്കുമോ? ശരിയായി വ്യാഖ്യാനിക്കാൻ കഴിയാതിരുന്നുകൊണ്ടല്ലേ യേശുവിൻ്റെ കാലത്ത് യേശുവിനെ അവർക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായ യേശുവാണ് രക്ഷകൻ, മിശിഹ എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാകാതിരുന്നത് അതുകൊണ്ടാണ്. അവർക്ക് വ്യാഖ്യാനിക്കാനും പഠിക്കാനും അവർക്ക് തെറ്റിപ്പോയി. അവർ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ പണ്ട് മുതൽ ഇതൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കണം, അത് മനസ്സിലാക്കണം. അത് ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ്, ദൈവ അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. മറ്റുള്ളവർക്ക് വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ പറ്റിയുള്ള അറിവ് പകർന്നു കൊടുക്കുക, വ്യാഖ്യാനിച്ച് പകർന്നു കൊടുക്കുക എന്നത്. അത് ചില ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ടെന്നുള്ള ഒരു സത്യം സഹോദരൻ എനിക്ക് അത് മനസ്സിലാക്കിച്ച് തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ. കാരണം എപ്പോഴും വ്യാഖ്യാനം ആവശ്യമുള്ള ഗ്രന്ഥമാണ്. കാരണം എന്തുമാത്രം രഹസ്യങ്ങളാണ്, നിഗൂഢ രഹസ്യങ്ങൾ. അതിലൊക്കെ ഉദാഹരണം പറയാൻ പോയാൽ ഇന്ന് ചിലപ്പോൾ 2 മണിക്കൂർ ഒക്കെ വേണ്ടി വരും അത് പറയാൻ. അതുകൊണ്ട് അത് ഞാൻ വിടുന്നു. ഇത് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കുക, ബൈബിൾ ശരിയായിട്ടൊന്ന് വായിക്കുക. വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാനിപ്പം പറഞ്ഞത് തന്നെ ഒരു ഉദാഹരണം. ഇനി വ്യാഖ്യാനം വേണ്ട എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസം തന്നെയാണ്, അതിന് വേറെ ഒന്നുമില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് ഇത് വ്യാഖ്യാനിക്കാൻ ആവശ്യം. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വ്യാഖ്യാനമാകത്തില്ല. അന്നത്തെ യഹൂദർക്ക് പറ്റിയതുപോലെ, നിയമജ്ഞർക്കും അവർക്കെല്ലാം പറ്റിയതുപോലെ, റാബിമാർക്കും പറ്റിയതുപോലുള്ള തെറ്റുകൾ പറ്റും, വഴി വിട്ടു പോകും, വഴി മാറി സഞ്ചരിച്ചു പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം സഹോദരൻ, അത് മനസ്സിലായതുപോലുള്ള അനേകരെ കാണും, ചിലപ്പോൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളൊരു കൂട്ടരുടെ ആ നിലപാടൊക്കെ മാറിക്കാണുമെന്നും. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആക്ട്സ് 1-2 അധ്യായം. പരിശുദ്ധാത്മാ അഭിഷേകത്താൽ വിശുദ്ധ പത്രോസ് ഇങ്ങനെ നിറഞ്ഞിട്ട് ശിഷ്യന്മാരെല്ലാവരും അവിടെ കൂടിയിരുന്നവരെല്ലാവരും നിറഞ്ഞു. 120 ആളുകൾ, കന്യാമറിയം ഉൾപ്പെടെയാണ് അവ നിറഞ്ഞു. അപ്പോൾ കറണ്ട് പോയി ഇവിടെ. എന്നാലും ഞാനത് ഇപ്പം നിർത്തുന്നില്ല, ഞാനങ്ങ് പറയുകയാണ്. ഒരു എമർജൻസി ഞാൻ കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കണ്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ആവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ അവർ എല്ലാവരും പ്രസംഗിക്കാൻ തുടങ്ങി. വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗത്തിൽ 2-ാം അധ്യായത്തിൽ, ആക്ച്വലി 2-ാം അധ്യായത്തിൽ അവിടെ പറയുന്ന 2-ാം അധ്യായം മുഴുവനും അതാണ് വിശുദ്ധ പത്രോസിൻ്റെ ആ പ്രസംഗമാണ്. അദ്ദേഹം തിരുവെഴുത്തുകളൊക്കെ നിറവേറിയ സത്യം അവിടെ വ്യാഖ്യാനിച്ച് അറിയിച്ചപ്പോഴാണ് അവിടെ 3000-ഓളം ജനങ്ങളുടെ ഹൃദയം എരിഞ്ഞ് അവർ നുറുങ്ങി, അവർ പശ്ചാത്തപിച്ച് വിശ്വാസം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടത്.
അപ്പോൾ വ്യാഖ്യാനിക്കാതിരുന്നാൽ പറ്റുകയില്ല സഹോദര. എല്ലാവരും സഹോദരങ്ങളെ അത് വ്യാഖ്യാനിച്ച് കൊടുക്കാൻ ആൾ വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വേണം എന്നുള്ളതേ ഉള്ളൂ അവിടെയുള്ള വ്യത്യാസം. അല്ലാതെ അയാൾ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഈ പോകും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെ ഇനി രണ്ടാമതൊരു ഉദാഹരണം കൂടെ പറയാം. 8-ാം അധ്യായം 8-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, സമറിയായിൽ പീലിപ്പോസ് പോയി എന്തുവാ ശിഷ്യന്മാരൊക്കെ ചിതറിക്കപ്പെട്ടപ്പോൾ, അങ്ങും ഇഞ്ഞും പലയിടത്തായിട്ട് ചിതറിക്കപ്പെട്ടപ്പോൾ പീലിപ്പോസ് സമറിയായിൽ പോയി. അവിടെ സമറിയ എല്ലായിടത്തും പോയി. അപ്പോൾ പീലിപ്പോസ് സമറിയയിൽ പോയിട്ട് അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി, എല്ലാവരോടും പറയാൻ തുടങ്ങി. എന്താ അവിടെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? കർത്താവ് പോയി അവിടെ മാനസാന്തരപ്പെടുത്തിയതാണ്. സമറിയക്കാരി ആ സ്ത്രീയുമായിട്ട് അവിടെയൊക്കെ സംഭാഷണം നടത്തിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ, അല്പമേ ആയുള്ളൂ ഏതാണ്ട്, അല്ലേ? എന്നിട്ടും അവർക്ക് എല്ലാവർക്കും മാനസാന്തരം പറ്റിയ. പക്ഷേ ഫിലിപ്പോസ് എന്ന് അതൊക്കെ വിശദമായിട്ട് പറഞ്ഞു, എല്ലാം ചെയ്തു. അപ്പം നമ്മൾ അനുഭവ സാക്ഷ്യമാണ് സഹോദരൻ പറഞ്ഞത്, ശരിയാണ്. അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്ത് അവരതറിഞ്ഞ് വിശ്വസിച്ച് സ്നാനമേറ്റപ്പാണ് 3000-ഓളം ആളുകൾ രക്ഷിക്കപ്പെട്ടവരറിഞ്ഞത്. അത് അവർക്ക് അപ്പോഴേ അവർ സാക്ഷികളായി. അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ വിശ്വസിച്ച് അറിഞ്ഞ് സ്നാനമേറ്റപ്പോൾ സാക്ഷികളായി. അങ്ങനെയാണ് സാക്ഷികളാകുന്നത്. അല്ലാതെ വെറുതെ പുസ്തകം വായിച്ച് ഞങ്ങൾ സാക്ഷികളാണെന്ന് കൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ അന്ധവിശ്വാസം എന്നാണ് അതിനെ പറയേണ്ടുന്നത്. അതങ്ങനെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം അതങ്ങനെയാണ് സഹോദരൻ. ആ നല്ല മനസ്സിനെ ആദരിക്കുന്നു ഞാൻ. അങ്ങനെ വേണം എല്ലാവരും, അതുള്ളത് മനസ്സിലുള്ളത് അറിയിക്കണം. അപ്പോൾ അതുപോലെയാണ് സമറിയയിൽ പീലിപ്പോസും പറഞ്ഞത്. 3-ാം അധ്യായം 8:26 മുതൽ അവിടെ പറയുന്നുണ്ട്. പീലിപ്പോസ് അവിടെ പോയിട്ട് അവരെ ഇവിടെയൊക്കെ പറഞ്ഞു വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടാണ് അവരറിഞ്ഞത്. ഇനി 1 പത്രോസ് 1-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. പത്രോസിൻ്റെ 1:9 മുതൽ 12 വരെ ഒരു വാക്യം ഉണ്ട്, അതും കൂടെ വായിക്കാം. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതായത് ഈ പ്രവാചകന്മാർ നേരത്തെ കൂട്ടി ഇതൊക്കെ അറിഞ്ഞിരുന്നത്. അവരിവിടെ പത്രോസ് ഇത് ഓർമ്മിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് വ്യാഖ്യാനിച്ച് നമുക്ക് തരികയാണ്. അന്ന് അവരറിഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. അങ്ങനെയാണ് അവർ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെക്കൂട്ടി മുൻകൂട്ടി അറിയിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരായി അന്വേഷിക്കുകയും ചെയ്തു. ഇതെങ്ങനെ വ്യാഖ്യാനിക്കാതെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം വായിച്ച് വ്യാഖ്യാനിച്ച് വിലയിരുത്തിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അവർ പറഞ്ഞിരുന്നത് ക്രിസ്തുവിനെ പറ്റിയാണെന്നുള്ളത്. ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. അവരാകട്ടെ എപ്പോഴെന്നും എങ്ങനെയെന്നും ആരായുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് അവർ ഇങ്ങനെ വിശദീകരിച്ച് അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അതങ്ങനെ സാധിച്ചത്. അതിൻ്റെ 2-ാം അധ്യായത്തിലും ഉണ്ട്, അതുപോലെ പറയുന്നുണ്ട്. 6 മുതൽ 10 വരെ പറയുന്നു. ഇതൊക്കെ വ്യാഖ്യാനിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നു: ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നതിന് ഒരിക്കലും ലജ്ജിക്കുകയില്ല. അതെങ്ങനെ ഈ മൂലക്കല്ല് സ്ഥാപിക്കുന്നത് പറയുന്നത് ക്രിസ്തുവിനെയാണെന്ന് പറയുന്നത്? വ്യാഖ്യാനിച്ചിട്ടല്ലേ? അല്ല, അവിടെ തൊടാതിരുന്നിട്ടാണ് ആ വചനങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ആ ഒരു വിശ്വാസം വരുമ്പോൾ നമ്മൾ വെറും സാക്ഷികളാണെന്നും കൊണ്ട് ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റത്തില്ല കേട്ടോ. അതൊക്കെ മനസ്സിൽ നമ്മൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊടുക്കണം എല്ലാവർക്കും. അതുകൊണ്ട് പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും അതിനെപ്പറ്റിയുള്ള സൂചനകളെല്ലാം കാണാം, അതേപ്പറ്റിയുള്ള വ്യക്തമായിട്ട് കാണാം. ഞാൻ ഇത്രയും പറഞ്ഞത് ചിലപ്പം വേറെ ഞാനത് ഒരു കാര്യം പറഞ്ഞങ്ങ് വിട്ടേക്കാമെന്ന് വിചാരിച്ചു.
പക്ഷേ ഇത് അപ്പോൾ ഇതുപോലെ പലരും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ. അല്ലേ, 2 പത്രോസ് 3:15 മുതൽ 17 വരെ. അതായത് അതിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഇത് അഭിഷേകം ഇല്ലാതാണെങ്കിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ പോയാൽ നമ്മൾക്ക് തെറ്റ് പറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ട് വേണം എല്ലാത്തിനും. അല്ലെ ചുമ്മാ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ഈ പുസ്തകം അങ്ങ് വായിച്ച് അക്ഷരങ്ങൾ വിഴുങ്ങി അല്ലെ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് അങ്ങ് പോയെന്നും കൊണ്ട് ഒന്നുമില്ല. അത് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ആ എരിവ് തരണം. ആ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദ്യം നടന്ന പോലെ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ പെന്തക്കോസ്താ ദിവസം നടന്നതുപോലുള്ള ആ എരിവ് നമ്മളിലുണ്ടാകണം. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ കരുതിക്കൊള്ളുവിൻ. പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ്, എനിക്ക് ലഭിച്ച ജ്ഞാനം അനുസരിച്ച് ഈ കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴല്ല ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായിട്ട് വളച്ചൊടിക്കുന്നു. മനസ്സിലാക്കിക്കോണം, ഇതുപോലുള്ള ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ശരിയല്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, പ്രവർത്തനമല്ല, ദൈവത്തിൻ്റെ ആ ദൈവം കൊടുത്ത അറിവല്ല അത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് അതുപോലെ ഈ ഓരോന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത് 1 അധ്യായം 1 പത്രോസ് 6 മുതൽ 10 വരെ ഉള്ളത്. അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റില്ല. വിശുദ്ധ പൗലോസ് പറയും, വിഗ്രഹാരാധനയെ പറ്റി പറയുമ്പോഴുണ്ട് വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. അപ്പോൾ ദ്രവ്യാസക്തി വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ദ്രവ്യാസക്തിയും അതിലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തെങ്കിലല്ലേ മനസ്സിലാകത്തുള്ളൂ. കർത്താവ് പറയുന്നുണ്ട്, അവിടെ പഴയ നിയമത്തിലെ കൊല ചെയ്യരുതെന്ന് പറയുന്ന ഞാൻ പറയുന്നു സഹോദരനെ ദേഷിക്കുന്നവനും കൊലപാതകിയാണ്. ഇവിടെ എല്ലാ കാതോലിക്കലിലെ ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയൊക്കെ. അപ്പോൾ അത് വിഗ്രഹാരാധനയെ പറ്റി വ്യാഖ്യാനിക്കുമ്പോഴല്ലേ അത് മനസ്സിലാകുന്നത്, കൊലയെ പറ്റിയും ഇതൊക്കെ. അപ്പം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴാണ് ദ്രവ്യാസക്തി, വിഗ്രഹാരാധനയെ പറ്റി വ്യാഖ്യാനിക്കുമ്പോൾ ദ്രവ്യാസക്തി അതിലൊന്നാണ്. എന്തിലാണോ അവൻ നിൻ്റെ ഹൃദയം അർപ്പിച്ചിരിക്കുന്നത് അതാണ് നിൻ്റെ ദൈവം. അപ്പോഴത് ദൈവമല്ല, യഥാർത്ഥ ദൈവമല്ലല്ലോ. അപ്പോൾ അത് വിഗ്രഹമാണ്, വിഗ്രഹ ആരാധനയാണ്. അതുപോലെ കൊലയുടെ കാര്യം. അപ്പോൾ അതുപോലെ എഫേസോസ് 6 അധ്യായം 10 ആത്മീയ ആയുധങ്ങൾ ധരിക്കുവിൻ. എന്തുവാ നിങ്ങളിപ്പോൾ ഇപ്പം ഇതുപോലൊക്കെ ഉള്ളവർ, ഓരോ ഗ്രൂപ്പിൽ പെട്ടവർ ആയുധങ്ങൾ ധരിക്കുവിനെന്ന് പറഞ്ഞപ്പോൾ ചാടി വീണ് ഇങ്ങനെയാണോ പറയുന്നത്? ആയുധങ്ങൾ എടുത്തുകൊണ്ട് വരാൻ എന്തുവാ ആത്മീയമായ ആയുധങ്ങൾ? അത് വ്യാഖ്യാനിച്ച് കൊടുക്കാതെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് സഹോദര? വിശദീകരിച്ച് കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കുന്ന ആൾ, പഠിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ട് കഷ്ടമാണ്. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ പറയുന്നവരുടെ സഹോദരൻ നേരിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ച് കൊടുത്ത് തെറ്റ് തീർത്തണം. അപ്പോൾ ഇത് വ്യാഖ്യാനിച്ച് നമ്മൾ അറിവ് കിട്ടുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതും രക്ഷിക്കപ്പെടാനുള്ള നമ്മുടെ ആ അഭിവാഞ്ച ഉണ്ടായി നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ സാക്ഷികളാകുന്നത്. അങ്ങനെയാണ് സാക്ഷികളാകുന്നത്. അത് മനസ്സിലാക്കണം. ഞാനിത് എത്രയും പറഞ്ഞതിൽ കാരണം അറിയാൻ വയ്യാത്തവർ പലരും കണ്ടേക്കും. ഒരാളങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ളവരും എല്ലാവരും അറിയാമെന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 9 അധ്യായത്തിൽ കർത്താവിൻ്റെ ആ സ്നേഹം, കർത്താവ് നമ്മളുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് കർത്താവിൻ്റെ ആ സ്നേഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടോ സ്നേഹം? എന്നാൽ പിന്നെ നശിപ്പിച്ചു പിന്നെ എന്തിനാന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഞാൻ പറഞ്ഞു അതൊക്കെ. അപ്പോൾ അങ്ങനെ സ്നേഹമുള്ളതാണ് കർത്താവ്. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത തിന്മയിലങ്ങ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങളുടെ കാലാവസ്ഥ, ഇതിലെല്ലാം നമ്മുടെ അധികാരികൾ എല്ലാവരുടെയും അവസ്ഥ, ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ചിന്തിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലായിരുന്നു അവിടെ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്. അതുകൊണ്ടാണ് ഒരിക്കലും അവർ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ആണ് അങ്ങനെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് ദൈവം ഉദ്ദേശിച്ചത്. ദൈവത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ
ഇവിടെ 9 അധ്യായത്തിൽ അപ്പോൾ ഉടമ്പടി എന്ത് പറയുന്നത്? ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. കർത്താവ് പറയുകയാണ്. ഇവിടെ അതിൽ നോഹയും പുത്രന്മാരെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. അവിടെ ഉൽപ്പത്തി 1:28 അനുഗ്രഹമാണ് കർത്താവ് കൊടുത്തത്, ഇങ്ങനെ അവരെ സൃഷ്ടിച്ചുകൊണ്ട്. അപ്പോൾ ആ അനുഗ്രഹം ഇവിടെയും ആവർത്തിക്കുകയാണ് കർത്താവ്. ആ സ്നേഹമില്ലാഞ്ഞിട്ട്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം അത്രയാണ്. ഒരു മാതൃഹൃദയം പോലെയാണ് കർത്താവിൻ്റെ ഹൃദയം. അപ്പോൾ അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ 2 മനുഷ്യൻ്റെ തിന്മയ്ക്ക് മുൻപുണ്ടായിരുന്ന ആ അവസ്ഥയാണ് അന്ന്. അപ്പോൾ 2:19 ഉണ്ടായിരുന്നതിൻ്റെ ഒരു അവസ്ഥയുടെ ഉൽപ്പത്തി 2:19 പറയുന്ന അവസ്ഥയുടെ വിരുദ്ധമായ ഒരു അവസ്ഥയെന്ന് നമുക്ക് തോന്നാം. സകല ജീവികൾക്കും ഭൂമിയിലെ ജലത്തിലും എല്ലാം ഉള്ളവയ്ക്ക് ആകാശ പറവകൾക്കും എല്ലാം മനുഷ്യനെ ഭയമായിരിക്കും. അന്ന് ഉൽപ്പത്തി 2 അധ്യായം 19 പറയുന്നത് എന്തുവാ? കർത്താവ് എല്ലാത്തിനെയും സൃഷ്ടിച്ച് അവയ്ക്ക് ജീവനും കൊടുത്ത് അവയെ മനുഷ്യൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ഭയമുണ്ടോ? ഭയം ഉണ്ടായിട്ടാണോ വന്നത്? കർത്താവ് ഇവരെ എന്തുവാണ് പേരിടുന്നതെന്ന് അറിയാൻ വേണ്ടി കർത്താവ് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഇംഗിതം ഇതാണ്. മനുഷ്യൻ എപ്പോഴും ആത്യന്തികമായിട്ട് അവൻ്റെ രക്ഷ, പരിപൂർണമായിട്ടുള്ള രക്ഷ, നന്മ കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഭയം കർത്താവിനെ പറ്റി ഉണ്ടാകരുത്. കർത്താവിനെ ഒരു പലയിടത്തും കാണുന്നത് ഒരു അമ്മയുടെ സ്നേഹമാണ്, അപ്പൻ്റെ സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവ് ഞാൻ പറയട്ടെ, ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും. ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മനുഷ്യനെ ഭയമായിരിക്കും? അന്ന് ഭയമില്ലായിരുന്നു. ഉൽപ്പത്തി 2 അധ്യായത്തിൽ 19 പറയുന്നത് ഭയമില്ലാതെ അവർ എല്ലാവരും ഒന്നുപോലെ എല്ലാം സകല ജീവികളും ഹിംസ്ര മൃഗങ്ങളും നമ്മളിപ്പോൾ പറയുന്നത് എല്ലാം തന്നെ മനുഷ്യനെ കീഴടങ്ങി എല്ലാം സന്തോഷത്തോടെ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഭയമായിരിക്കും. എന്താ? മനുഷ്യൻ്റെ തിന്മ പെരുകിയതുകൊണ്ട് അവൻ തിന്മ പ്രവർത്തിച്ച് അത് മാഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഭയമായിരിക്കും. ആ കൊലപാതകങ്ങൾ ഒരുപാട് നടന്നു ആ കാലഘട്ടത്തിൽ. ഒരുപാട് തിന്മകൾ നടന്നു. അപ്പോൾ അതുകൊണ്ട് പറയും, ഇതെല്ലാം നിങ്ങൾക്കിനിയും അവരെ ഭയമായിരിക്കും. അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യന് അധീനമാണതെല്ലാം. ചലിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ചലിക്കുന്നത്, ചത്തതല്ല കേട്ടോ, ചത്തതിനെ തിന്നരുതെന്നാണ്, അത് അശുദ്ധമാണ്. ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. അപ്പോൾ എന്നാൽ അത് പറയുന്നുണ്ട്, ജീവനോട് കൂടിയത് രക്തത്തോട് കൂടിയത് ഒന്നും ഭക്ഷിക്കരുത്, അതെല്ലാം കളയണം. രക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും എല്ലാത്തിനോടും കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അനുഗ്രഹം, ആ കർത്താവിൻ്റെ കമാൻഡ്, ആജ്ഞ നമ്മൾ അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഭൂമിയിലെങ്ങും നിറയാൻ വേണ്ടിയാണ്. അത് നിറയണം. അതിന് പകരം നമ്മൾ ഇന്ന് ചെയ്യുന്ന അങ്ങനല്ല. നമ്മൾ നിറയെ ഏറ്റവും പരിമിതിയിൽ പറ്റുമെങ്കിൽ ഒന്ന് ഭാര്യയും ഭർത്താവും മാത്രം മതി, അല്ലെങ്കിൽ മക്കൾ വേണ്ട, ചിലർ മക്കൾ ഒരെണ്ണം മതി, അല്ലെങ്കിൽ 2 മതി എന്നൊക്കെയുള്ള രീതി. അങ്ങനല്ല കേട്ടോ. നമ്മൾ നിറയാൻ വേണ്ടിയാണ്. ഭൂമിയിലൊക്കെ കർത്താവിനെ സ്തുതിച്ച് കർത്താവിന് സാക്ഷികളായിട്ട് നമ്മൾ നിറയണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് പറയും, എല്ലാ ജീവികളെയും നമുക്ക് ആഹാരമായിട്ട് തന്നു. അപ്പോൾ അങ്ങനെ കർത്താവ് അതിന് അവർക്ക് ഇരട്ടക്കുളമ്പുള്ളതിനെ കഴിക്കാവൂ, പന്നി അങ്ങനെയൊക്കെ ഉള്ളതിനെ, ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങളെ ഒന്നും ആഹാരമാകരുത് എന്നല്ല. ചരിക്കുന്ന ജീവികളെല്ലാം ഇവിടെ നിങ്ങൾക്ക് ആഹാരമായി തീരുമെന്നാണ് പറയുന്നത്.
അപ്പോൾ 1 തീമോത്തിയോസ് 4:3-4:5 പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 1 തീമോത്തിയോസ് 4-ാം അധ്യായം 3-4-5 പറയുന്നത്, നിനക്ക് മനുഷ്യന് ഇഷ്ടമുള്ള ആഹാരമെല്ലാം ദൈവം വിശദീകരിച്ച് തന്നതാണ്. എവിടെ വിശദീകരിക്കാണ്ട് ഇവിടെയാണ് വിശദീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കാലത്ത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇന്നലെ, യേശുവിൻ്റെ കാലം മുതൽ പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ചില ഇതുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കർത്താവ് പുതിയതിനെ തന്നു. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമം എന്ന് പറയുന്നത്. അതിന് ആ നിയമത്തെ തന്നെ ഇല്ലാതാക്കി, ഇല്ലായ്മയാക്കിയില്ല, പൂർണ്ണമാക്കി പുതിയതാക്കി തന്നു. അതിനാണ് അപ്പം എല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാത്തിനെയും കഴിക്കാം. ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായിരിക്കും. അപ്പോൾ ഒന്നിനെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇതാണ് ഇവിടെ പത്രോസ്ലീഹയുടെ ഇത് ആക്ട്സിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. കൊർണേലീസിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുൻപ് ഇങ്ങനെ ശങ്കിച്ചിരുന്നു, ഇതെങ്ങനെ പോകുന്ന ഒരു വിജാതീയൻ്റെ വീട്ടിൽ എങ്ങനെ, വിജാതീയൻ എന്ന് പറയുമ്പോൾ അതിൽ യഹൂദനല്ലാത്തവരെയൊക്കെയാണ് വിജാതികളെന്ന് പറയും, നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ നമ്മളെല്ലാം വിശ്വാസത്തിൽ വന്നപ്പോൾ ഇനി നമ്മൾ പറയും മറ്റുള്ളവർ വിജാതീയരാണ്. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ സംശയം ചെയ്യുന്നപ്പോൾ അവിടെ ഒരു പാത്രം, വിരി പോലുള്ള വലിയൊരു വിരിയിൽ ആകാശത്ത് നിന്ന് ഇറക്കി അതിൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയെല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം പത്രോസിന് മുല്ല റെഡിയനെ കൊന്ന് ഭക്ഷിക്കുക എന്ന് പറയുന്നത്. അതിലുള്ള ഉദ്ദേശം ഒക്കെ ഇരുന്നതാണ്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ വ്യാഖ്യാനിക്കാൻ ഇപ്പോഴേ ഒന്നും വ്യാഖ്യാനിക്കേണ്ടതിന് ആവശ്യമില്ല. സാക്ഷിയായാലും മതിയെന്ന് പറഞ്ഞാൽ പറ്റുമോ? ആ വിധിയുടെ ഉദ്ദേശം വ്യാഖ്യാനിച്ചേ പറ്റത്തുള്ളൂ. അതിലുള്ള എല്ലാ ജീവികളെയും. അപ്പോൾ അതിനെ കൊന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം വിശദീകരിക്കപ്പെട്ടും. അത് തന്നെയാണ് ഇവിടെ കർത്താവും പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജീവികളും നിങ്ങൾക്ക് ആഹാരമായി തീരും, ജീവനുള്ളതല്ല. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ, അതുവരെ ഹരിത സസ്യങ്ങളായിരുന്നു പ്രളയത്തിന് മുൻപ് വരെ കർത്താവ് അനുവദിച്ചു കൊടുത്തത്. പിന്നെ മനുഷ്യരെന്തൊക്കെ ചെയ്ത് ഉള്ളതല്ല. അപ്പം അതുപോലെ ഇതിനെയും കൂടെ തന്നിരിക്കുന്നു. അപ്പം കർത്താവ് ഇവിടെ 1 തീമോത്തിയോസ് 4 അധ്യായം 3-4-5 3-4-5 ഒന്ന് വായിക്കാം. ചില ഭക്ഷണ സാധനങ്ങൾ വർദ്ധിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നവരാ ചിലർ, കപട ഉപദേഷ്ടാക്കൾ ചെയ്യുന്നു. ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവയാണ്. എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ്, കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല. കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നു. അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയുടെ കാര്യവും കൂടെ ഇവിടെ പ്രത്യേകിച്ച് പൗലോസ്ലീഹ ഈ 1 തീമോത്തി 4-ാം അധ്യായത്തിൽ ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ എടുത്ത് പറയുകയാണ്. അപ്പോൾ അത് വിശദീകരിക്കപ്പെട്ടു. കർത്താവ് അന്നുപോലെ വിശദീകരിച്ചു കൊടുത്തു. നമ്മുടെ മനസ്സിൽ ചഞ്ചലമുണ്ടെങ്കിൽ അത് വിശദീകരിക്കപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ ആഹാരത്തിന്, ഈ പാനീയത്തിന്, ഇതിന് യോഗ്യനാക്കിയാൽ ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ അവസരത്തിൽ എനിക്ക് ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട്, അവർക്കും വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വേണം ആഹാരം ഭക്ഷിക്കുന്നതിന്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാത്തിനെയും തന്നു, ചരിക്കുന്ന ജീവികളെല്ലാം നൽകി ഇവയിന്ന് നൽകാൻ തരും. എന്നാൽ ജീവനോട് കൂടിയതും അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ രക്തമൊന്നും ഒരു ജീവിയുടെയും ചൊരിയാൻ പാടില്ല. അത് ഞാൻ നേരത്തെയും പറഞ്ഞു, ദൈവം അനുവദിച്ചിട്ടില്ല ഒരു ജീവികളെയും കൊല്ലുന്നതിന്. കാരണം എല്ലാം ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. ദൈവത്തിൻ്റെ വാക്കുകൊണ്ട് അവയ്ക്കെല്ലാം ജീവൻ ഉണ്ടായതാണ്. മനുഷ്യനാകട്ടെ തൻ്റെ ജീവശ്വാസം കൊണ്ട് തന്നെ ജീവനുണ്ടായതാണ്. അപ്പോൾ അതിൽ നമ്മൾ അത് അക്ഷരം പ്രതി പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പോൾ ദൈവം നമുക്ക് മാംസാഹാരം കഴിക്കാനായിട്ട് നമ്മൾ പറഞ്ഞതും അതിനെ വിശുദ്ധീകരിച്ച് ദൈവം തന്നതും ഏതിനെയൊക്കെയാണ്. അതുകൊണ്ട് അതിനെ ഒന്നിനെയും മാറ്റാൻ പാടില്ല. പിന്നെ അതേ സമയത്ത് പുറപ്പാടിൽ അതിലൊക്കെ ലേവ്യരുടെയിലും പുസ്തകത്തിൽ ഒക്കെ വരുന്നുണ്ട്. അശുദ്ധിയും ശുദ്ധിയുമുള്ള മൃഗങ്ങളും ജീവികളും അതേ ഭക്ഷിക്കാവുന്നു. പക്ഷേ കർത്താവ് അതെന്താ അങ്ങനെ വന്നത്?
എന്ന് ഞാൻ അതും കൂടെ വിശദീകരിച്ച് പറയാം. കാരണം ഇത് എഴുതിയ ആൾ, അവരുടെ എഴുതിയ ഗ്രന്ഥകാരൻ അവർക്ക് കിട്ടിയ അറിവ് വെച്ച് അന്ന് ഈ BC 800കളിൽ എഴുതിയതാണ്. അപ്പോൾ അന്ന് ആ പ്രദേശത്ത് അവരെ ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞിരുന്നപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ആ പ്രയാസങ്ങളും ദുരിതങ്ങളും ആഹാര കാര്യത്തിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. കാരണം അവരുടെ ആ രീതികളെല്ലാം ബാബിലോൺകാരുടെ, അസീറിയക്കാരുടെയും കാനാൻകാരുടെയൊക്കെ വേറെയായിരുന്നു രീതി. ഇവിടെ ദൈവത്താൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടത് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ദൈവം അതിനെ വിശുദ്ധീകരിച്ച് തന്നിരിക്കുകയാണ്. സർവ്വജീവികളെ അതിനെ ഒന്നിനെ മാറ്റി നിർത്താനായിട്ട് പറഞ്ഞിട്ടില്ല. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിൻ്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, അപ്പം മനുഷ്യനോട് മാത്രമല്ല സകല ജന്തുക്കളോടും പക്ഷികളോടും ജലത്തിലെ മത്സ്യങ്ങളോടും എല്ലാമാണ് ഈ ഉടമ്പടി. നിങ്ങളുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും എന്താണ് ഉടമ്പടി? വെള്ളപ്പൊക്കം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. ഭൂമിയെ വെള്ളപ്പൊക്കം കൊണ്ട് ഒരു വെള്ളപ്പൊക്കം ഇനി ഇതുപോലെ ഉണ്ടാവുകയില്ല. ദൈവം തുടർന്ന് അരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്, മഴവില്ല ആകാശത്തിലെ. അത് കാണുമ്പോൾ കർത്താവ് ഓർക്കും. അപ്പോൾ കർത്താവിൻ്റെ ആ ഇത് നമ്മളെപ്പറ്റിയുള്ള കരുതൽ, ഒരു മക്കളോടെ അമ്മ കാണിക്കുന്ന പോലുള്ള ഒരു കരുതലാണ് അത് പറയുന്നത്. നമുക്ക് ആ ജെറമിയ 1:5 കർത്താവിൻ്റെ ആ സ്നേഹം അമ്മയുടെ പോലുള്ള സ്നേഹമാണ് പറയുന്നത്. ആദ്യം യേശയ്യ 49:15, 16 നമുക്കൊന്ന് എടുത്തു നോക്കാം. യേശയ്യ 49:15, 16. അല്ല, അമ്മമാരുടെ സ്നേഹമാണ് ഇവിടെ പറയുന്നത്. അതുപോലുള്ള സ്നേഹമാണ് കർത്താവിൻ്റെ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ കർത്താവ് ആ പെറ്റമ്മ അങ്ങനെ പെറ്റമ്മ മറക്കുമോ? ഇന്ന് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര പേരാ കുഞ്ഞുങ്ങളെയും കെട്ടിയൊരെയൊക്കെ കളഞ്ഞിട്ട് ഓടിപ്പോകുന്ന പെണ്ണുങ്ങളുണ്ട്, അല്ല ആണുങ്ങളുണ്ട്. ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തി മാത്രം അങ്ങനെയല്ല പറയാൻ, അങ്ങനെയുള്ളവർ ധാരാളം പേരുണ്ട്. ഇപ്പോഴേ നമുക്ക് മനസ്സിലാകും, ഇതിനു മുൻപ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ ഉള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഭൂമി മുഴുവൻ, നമ്മുടെ സമൂഹം മുഴുവൻ അധാർമികതയുടെ ഒരു മൂർത്തഭാവമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും കുറച്ച് കാലങ്ങളൂടെ കാണും. അപ്പോൾ അവിടെ പറയുന്നത്, പെറ്റമ്മ അങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ അവർ മറന്നു പോയാലും എന്ത് ചെയ്യുന്നത്? കർത്താവ് മറക്കുകയില്ല. അപ്പം ഇനി അതുപോലെ ഇനിയും അമ്മ അറിയുന്നതിന് മുൻപേ കർത്താവ് നമ്മളെ അറിഞ്ഞിരുന്നു. ജെറമിയ 1:5 അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അറിഞ്ഞിരുന്നതെന്ന്. കർത്താവ് നമ്മുടെ അമ്മ അറിയുന്നതിന് മുൻപേ 1:5 പറയുന്നത്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു,
ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ആരാ? നമ്മളെല്ലാം ഈ ഇവിടെ പറയുന്നത് ജെറമിയ ആണെങ്കിലും നമ്മളെയും കൂടാണ്, നമ്മളെ സമൂഹത്തിൻ്റെ പ്രവാചകരാകണം. സമൂഹത്തിൽ കർത്താവിനെക്കുറിച്ച് ഇത് പറഞ്ഞു കൊടുക്കുന്നവരാകണം, പ്രവാചകരാകണം. എങ്കിലേ നമ്മൾക്ക് കർത്താവിനോട് നമുക്ക് അതിന് നീതി പുലർത്താൻ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട നാം സാക്ഷികളാണെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ, അതവർ പറഞ്ഞു കൊടുത്ത് അവരെ സാക്ഷികളാക്കണം കർത്താവിന്, ലോകം മുഴുവനിലുള്ളവരെ. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ അറിവുകളൊക്കെ തന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് ഇവിടെ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മളെ തിരഞ്ഞെടുത്ത് ആരെയാണ്? നമ്മളെയൊക്കെ കർത്താവ് അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അനന്തര മഹത്വം, അതായത് നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്ന മഹത്വം കണ്ടുകൊണ്ട് കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു, സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ആ കൊടിയ വേദനയിലും യേശു കുരിശിൽ കിടന്നുകൊണ്ട്. അപ്പോൾ ആ അനന്തര മഹത്വം പ്രാപിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ പത്രോസ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് കണ്ടുകൊണ്ടാണ്. നമ്മളെ രക്ഷിക്കപ്പെട്ട് ഇവിടെ അങ്ങനെയൊക്കെ വെറുതെ ഇരിക്കാനല്ല. അതുകൊണ്ട് നമ്മളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോഴാണ് മഹത്വം വരുന്നത്. അപ്പം ഞാനും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയപ്പോഴിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പോൾ ഭൂമി ഒന്ന് നടക്കാൻ പലതും ഉണ്ടായി വെള്ളപ്പൊക്കങ്ങളൊക്കെ അല്ലേ, ഭൂമി ഒന്നിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് കർത്താവ് പറയുന്നത്, ചെയ്യുകയില്ലെന്ന്. അപ്പോൾ അമ്മയെക്കാളും മുൻപേ സ്വന്തം അമ്മ, നമ്മുടെയൊക്കെ അമ്മമാർ അറിയുന്നതിനേക്കാൾ മുൻപ് നമ്മളെ കർത്താവ് കണ്ടിരുന്നു, നമ്മളെ അറിയുന്നു. അപ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ അറിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചാൽ ജെറമിയായിൽ എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഞാൻ ഇപ്പം പറയാൻ വിട്ടുപോയത്. ഇപ്പം സന്ദർഭവശാൽ ആലോചിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപേ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ പറയുന്നു ISROയിലെ ഒരു ശാസ്ത്രജ്ഞനാണോ ആരാണെന്നോ എന്തോ അല്ല, ഇത്രയും ബുദ്ധിമുട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നു, യഹോവ മനുഷ്യനെ മനസ്സിലാക്കിയിരിക്കുന്നത് ഉള്ളം കയ്യിലുള്ള രേഖ കൊണ്ടാണ്. അതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ടായ രേഖകളെല്ലാം ഓരോരുത്തരുടെ. അതുകൊണ്ടാണ് കർത്താവിനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് ഹസ്തരേഖ ശാസ്ത്രം പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. ISROയുടെ ജോലിയും കളഞ്ഞിട്ട്, ജോലിയുള്ള ആളായിരിക്കല്ലേ ശാസ്ത്രജ്ഞനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നമ്മുടെ അലക്സാണ്ടർ IPS, അലക്സാണ്ടർ ജേക്കബ് IPS പുള്ളി, അദ്ദേഹം ഇതുള്ള മണ്ടത്തരങ്ങളൊക്കെ ഒരുപാട് അദ്ദേഹവും കാണിച്ചു, പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഞാൻ ഇതുപോലെ അവിടെ നാസായിൽ ജോലി ചെയ്യുന്ന അമേരിക്കയുടെ സ്പേസ് സെൻറ്ററിലെ ഒരു ശാസ്ത്രജ്ഞന്, അയാൾക്കും ചിലപ്പോൾ ഒരു ഇച്ചിരി എന്തോ മതിഭ്രമം വന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ക്രിസ്തു മതം അങ്ങനെ അനുകരിക്കാൻ പറ്റത്തില്ല, കാരണം അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, എല്ലാം തെറ്റുകളാണ് എല്ലാം എന്നും പറഞ്ഞുകൊണ്ട്. കാരണം ആ പറയുന്ന ഉപദേശങ്ങളൊക്കെ എങ്ങനെ അനുസരിക്കുമെന്നുള്ളതാണ്, അതൊക്കെ ചുമ്മാതാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതും വെച്ച് വായിച്ച് പഠിച്ചും കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ഒരു മലപ്പുറത്തെ ഒരു പ്രസംഗത്തിൽ, ഇസ്ലാം മതക്കാരുടെ നബിദിനത്തിലെ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുകയാണ്, യഹോവയുടെ ഒരു ആരാധകനായി ഞാൻ മാറിയതുകൊണ്ട് എനിക്ക് അവജ്ഞ തോന്നുന്നു, എനിക്ക് എന്നെപ്പറ്റി തന്നെ അവജ്ഞ തോന്നുന്നു, ലജ്ജ തോന്നുന്നു. എന്ത് വിഡ്ഢിയാണ് അയാൾ, ആ മനുഷ്യനെ അല്ല. അപ്പോൾ അയാളെ പിന്നിനി മേലിൽ ആരും, അതുകൊണ്ട് ദൈവത്തെ അറിയുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അതേ പൊക്കിക്കൊണ്ട് നടക്കുക. കാരണം അവസരത്തിനൊത്ത് അയാൾ മാറുന്നവനാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ ബഹിഷ്കരിക്കണം. നമ്മൾ അയാളെ അതിനുള്ള അവസരം കൊടുക്കരുത്. ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് മാറ്റുക എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങളൊക്കെ ശുദ്ധ ഫോഷ്കാണ്, അവസരത്തിനൊത്ത് ഓരോന്ന്. അതുപോലെ ഒരു മതിഭ്രമം വന്ന ഒരാളായിരിക്കണം ഇദ്ദേഹം. കയ്യിൽ അങ്ങോട്ട് ഹസ്തരേഖ കർത്താവ്, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞുകൂടാ, ദൈവത്തിന് അറിഞ്ഞുകൂടാ, ഹസ്തരേഖ എല്ലാത്തിൻ്റെ എടുത്ത് വെച്ച് അങ്ങനെ നോക്കിയാൽ ആൾ ഇന്നാരാണ് എന്ന് മനസ്സിലാക്കുന്നതെന്ന്. എന്തോ പറയാനാന്ന് പറ. അപ്പോൾ
ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ജെറമ്യായുടെ പുസ്തകത്തിൽ അത് വായിച്ചപ്പോഴാണ് എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കിട്ടി. ഓരോ ബോധ്യം ഓരോരുത്തർക്ക് ഓരോ കുബുദ്ധികൾ ഓരോന്ന് തോന്നും. അപ്പോൾ അവിടുന്ന് അതുപോലെ പൗലോസ്ലിയ ഗലാത്യരുടെ 1:15 പറയുന്നുണ്ട്, ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അപ്പോൾ മാതാവിൻ്റെ കണ്ടോ, ദൈവം അപ്പോഴേ കാണുന്നുണ്ട് നമ്മളെ. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ അതിന് മുൻപേ കണ്ടു. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴും കർത്താവ് ആരെയാ? പൗലോസിനെ കണ്ടു. ഈ സാവൂൾ ആയിരുന്നു വന്ന്, പിന്നെ പൗലോസായി കണ്ടു. അപ്പോൾ അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. സങ്കീർത്തനം 139:13 ഇതൊക്കെ വേണമെങ്കിലൊന്ന് എഴുതിയെടുത്തു. ഇതൊക്കെ പറഞ്ഞ് വായിച്ചൊന്ന് ധ്യാനിക്കുക. ഈ എന്തെങ്കിലും രോഗങ്ങളുള്ളവരും പ്രയാസങ്ങളുള്ളവരും ബുദ്ധിമുട്ടുകളുള്ളവരും കാര്യങ്ങൾ സാധിക്കാതെ വിഷമിക്കുന്നവരും ആകുലരും ഡിപ്രഷനും മറ്റും ഇതുമൊക്കെ ഉള്ളവർ ഈ വാക്യങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക. ഞാൻ അത് ഈ പറഞ്ഞ വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ച നല്ല മരുന്നാണ്. അത് ധ്യാനിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതൊക്കെ വായിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് ധ്യാനിക്കുക അതിനെപ്പറ്റി. യേശയ്യ ഒന്നുകൂടെ പറയുകയാണ്. യേശയ്യ 49:15-16, ജെറമ്യ 1:5, ഗലാത്യർ 1:15, സങ്കീർത്തനം 139:13 ഇതൊക്കെ ഒന്ന് വായിച്ച്, അതുപോലെ സങ്കീർത്തനം 22:10 ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒന്ന് ധ്യാനിച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ അങ്ങ് മാറും. എനിക്ക് എൻ്റെ അനുഭവം എനിക്കങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ബൈബിളിനെ പറ്റി എൻ്റെ അപ്പോഴുണ്ടായിരുന്ന അസ്വസ്ഥതകളും വേദനകളും ശരീരത്തിൻ്റെ ഇതെല്ലാം മാറുന്നുണ്ട് എപ്പോഴും. ഞാൻ അതുകൊണ്ടാണ് കൂടെ അത് ചെയ്യുന്നത്. എത്ര ഒരു ദിവസം ഈ 6 ദിവസവും എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. പറ്റത്തില്ല. എനിക്കൊരു ജോലിയുണ്ട്, ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കണം. ഇതിനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയും വായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം. പഠിച്ചത് മാത്രം ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. കുറച്ചുള്ള പുതിയ അറിവുകൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തരും. ഇനി ഈ എഴുതിയതിൻ്റെ കൂടെ സങ്കീർത്തനം 139:16-17 കൂടെ എഴുതണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർത്താവിന് നമ്മളുള്ള സ്നേഹം, മാതൃ സ്നേഹം ആ കർത്താവ് നമ്മളോടുണ്ട്. എന്നാൽ ചോദിക്കും പിതാവിന് സ്നേഹമില്ല. അത് ഞാൻ പിന്നെ പറയാം. നമ്മുടെ സമയമൊക്കെ തീർന്നു, അതുകൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് പറയാം. അപ്പോൾ നമ്മളിവിടെ 11-ാം അധ്യായം 11-ാം വാക്യം 9 പൂർണ്ണമായിട്ടെടുത്തു. നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കാൻ ഞാൻ ഇടവരികയില്ല. കുറേയൊക്കെ നടക്കും എന്നുള്ളതാണ്. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം കർത്താവ് ഉണ്ടാക്കുകയില്ല. കർത്താവ് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അവിടുന്ന് തന്ന പ്രത്യാശയിൽ നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ വേറെ ഒന്നിനും ആശ്വസിക്കാൻ പറ്റത്തില്ല. ദയവേദി ഞാൻ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. എഴുതിയെടുത്ത് അതൊക്കെ ധ്യാനിക്കുന്നത് നിങ്ങൾ അസുഖങ്ങൾക്കും വേദനകൾക്കും പ്രയാസങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാതെ വിഷമിക്കുന്നവർ ഇതിനെല്ലാം അതൊരു പരിഹാരമാകും. അതൊക്കെ കാരണം വചനം ധ്യാനിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും മറ്റ് മരുന്നുകൾ കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. എൻ്റെയും കൂടെ അനുഭവമാണ് അവിടെ ഞാൻ പറയുക. അതുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് ഇതുപോലെ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമ്മളെ നയിക്കട്ടെ. നമ്മളിൽ അവിടുന്ന് നിത്യമായിട്ട് വസിച്ചുകൊണ്ട് നമ്മളെ ഉജ്ജീവിപ്പിച്ച് നമ്മളെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ കർത്താവിലേക്ക് നമ്മളെ അടുക്കുന്നതിന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പതിവ് പോലെ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ധ്യാനിച്ചൊക്കെ ഒന്ന് വീട്ടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ രോഗബാധിതരുടെ അടുത്തിരുന്ന് അവരെയൊക്കെ ഇത് കേൾക്കത്തക്കോണം വായിച്ച്, അവർക്ക് കിടപ്പിലായവർക്കാണെങ്കിൽ വായിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പറയാൻ പറ്റുന്നവരെ കൊണ്ട് പറയിപ്പിച്ച് അവരെ കൊണ്ട് അത് ധ്യാനിപ്പിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത് സ്തുതിച്ച് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. ചിലപ്പോൾ അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് സുഖപ്പെടും. നമുക്ക് ആ പ്രത്യാശ ഉണ്ടായിരിക്കും. നമുക്ക് സുഖപ്പെടുന്നു എന്നുള്ള പ്രത്യാശ ഉണ്ടായാൽ മാത്രം മതി. കർത്താവ് അത് സുഖപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെല്ലാം കാണുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം വിശ്വാസം കൊണ്ടാണ് എല്ലാം സാധിക്കുമെന്ന് കർത്താവ് സുവിശേഷങ്ങളിലെല്ലാം പറയുന്നുണ്ട്.
അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് സാധിച്ചു, സുഖപ്പെട്ടു എന്നെല്ലാം അങ്ങ് വിശ്വസിക്കുക, ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി നന്ദി നന്ദി, സ്തോത്രം 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 കർത്താവേ, സ്തുതി സ്തുതി, നന്ദി കർത്താവേ, സ്തോത്രം സ്തോത്രം. അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗങ്ങൾ, വേദനകൾ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കർത്താവേ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും രോഗങ്ങളിലും എല്ലാം അവിടുത്തെ മഹത്വം ഇറങ്ങി വരട്ടെ. രോഗഭാഗങ്ങളെല്ലാം ഇറങ്ങി വന്ന് പൊതിയട്ടെ, ആവസിക്കട്ടെ. അവരെ ഉത്കണ്ഠകളും മനസ്സിനെ എല്ലാം, ഉത്കണ്ഠകളും ആകുലതകളുള്ള മനസ്സുകളെല്ലാം ബാധിച്ച് മുഴുവനും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞ് മനസ്സുകളെല്ലാം ക്ലീൻ ആകട്ടെ, എല്ലാം ശുദ്ധമാക്കപ്പെടട്ടെ. അവർക്ക് ഒരു പ്രത്യാശയും അവിടുത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയും അവരിൽ എരിയട്ടെ. കർത്താവേ, അതിനുവേണ്ടി അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാം അവിടുന്ന് എല്ലാം നടത്തിത്തന്ന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അതെല്ലാം ഞങ്ങൾ പ്രത്യാശയിൽ കാണും നടത്തിത്തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തുതി.